അപ്പോൾ എല്ലാവരെയും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം, ഞാനും എൻ്റെ ഏതാണ്ട് 30ഓളം വരുന്ന സുഹൃത്തുക്കളും, അതിൽ 6-7 പേര് വനിതകളും ബാക്കി പുരുഷന്മാരും കുട്ടികളും ഒക്കെ ആയിട്ടുള്ള ഏതാണ്ട് 30ഓളം സുഹൃത്തുക്കൾ അടങ്ങുന്ന ഒരു സംഘം ഈ അടുത്ത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഒരു ചെറിയൊരു ടൂർ പ്രോഗ്രാം അറേഞ്ച് ചെയ്തു. അങ്ങനെ ഞങ്ങൾ എറണാകുളം ജില്ലയിലെ കോതമംഗലത്ത് നെല്ലിക്കുഴിയിൽ സ്ഥിതി ചെയ്യുന്ന പീസ് വാലി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു അനാഥാലയത്തിലേക്കാണ് ഞങ്ങൾ പോയത്. അവിടെ പോകാൻ കാരണം, നമ്മളിൽ പലപ്പോഴും പലർക്കും ചെറിയ രീതിയിലൊക്കെ അഹങ്കാരങ്ങളും തൻ്റെ ഇടവും ഒക്കെ നമ്മുടെ മനസ്സിൽ മുളപൊട്ടി വരാറുണ്ട്. അപ്പം അത്തരം സമയങ്ങളിലെല്ലാം ഇത്തരം സ്ഥലങ്ങളിൽ ചെന്നാൽ നാം ഒരുപാട് നമ്മുടെ അഹങ്കാരങ്ങളും ഒക്കെ മാറ്റിവെച്ച് നമ്മൾ ഒരുപാട് നോർമലാകും. ഇപ്പോൾ പ്രസവിച്ചു വീണ കൊച്ചുകുട്ടിയുടെ മാനസികാവസ്ഥയിലേക്ക് നമ്മൾ തിരികെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ അവിടെ പോയി ചെന്നപ്പോൾ ഞങ്ങളെ ഞെട്ടിച്ച കുറച്ച് സംഭവങ്ങൾ ഞങ്ങൾക്കവിടെ കാണാൻ സാധിച്ചു. അവിടെ ചെന്നപ്പോൾ പീസ് വാലി എന്ന് പേരുള്ള ഒരു ബോർഡ് മാത്രമാണ് ഏതാണ്ട് 3-4 നില ബിൽഡിങ്ങിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ളത്. ഒരേ ഒരു ബോർഡ് മാത്രം. സാധാരണ ഇത്തരം സ്ഥാപനങ്ങളൊക്കെ നടത്തുന്ന ആ സംഘടന ഏതാണോ ആ സംഘടനയുടെ പേര്, അല്ലെങ്കിൽ ഇത്തരം സ്ഥാപനങ്ങൾ നടത്തുന്നത് സാമുദായിക സംഘടനകളൊക്കെ ആയിരിക്കും. ഏതായാലും നടത്തുന്ന വിഭാഗം ഏത് വിഭാഗമാണ്, ഇത് ഞങ്ങളുടെ സ്ഥാപനമാണ് എന്ന് പബ്ലിക്കിനോട് വിളിച്ചോതുന്ന രീതിയിലുള്ള ബോർഡുകളും ചില അടയാളങ്ങളും ചിഹ്നങ്ങളും ഒക്കെ ഉണ്ടാകും. ഞാൻ ഒരുപാട് ഇത്തരം സ്ഥാപനങ്ങളിൽ പോയിട്ടുണ്ട്. അവിടെയൊക്കെ എനിക്ക് കാണാൻ സാധിച്ചത്, ഇത് ഏത് കമ്മ്യൂണിറ്റി നടത്തിക്കൊണ്ടു പോകുന്ന സ്ഥാപനമാണോ ആ കമ്മ്യൂണിറ്റിയുടെ എല്ലാവിധ ഐഡൻറ്റിറ്റിയും അടയാളങ്ങളും ഒക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ ഈ സ്ഥാപനത്തെക്കാൾ വലിയ വലിപ്പത്തിൽ ബോർഡ് നാട്ടിയിട്ടുണ്ടാകും. ആ ബോർഡും അടയാളങ്ങളും ഒക്കെ കണ്ടാൽ അറിയാം ഇത് ഏത് മതവിഭാഗത്തിൽപ്പെട്ടവർ നടത്തുന്നതാണ്, അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ വിഭാഗത്തിൽപ്പെട്ടവർ നടത്തുന്നതാണ്. ഏതായാലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊന്നും ഇത്തരം സ്ഥാപനങ്ങളൊന്നും നടത്തില്ല. കാരണം അതിൽ നിന്നൊന്നും ഇങ്ങോട്ട് കിട്ടാനില്ല, അങ്ങോട്ട് ചെലവ് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങോട്ട് കാശ് പോകുന്ന പരിപാടിക്ക് രാഷ്ട്രീയ പാർട്ടികൾ ഒരിക്കലും നിൽക്കില്ല. അവർക്ക് അവരുടെ പോക്കറ്റിലേക്ക് പണം ഒഴുകി വീഴുന്ന പദ്ധതിക്കും പരിപാടികൾക്കും മാത്രമേ അവർ നിൽക്കൂ. ഏതായാലും ഈ പറഞ്ഞ സ്ഥാപനത്ത് അവിടെ ഇത് ഏത് കമ്മ്യൂണിറ്റി നടത്തുന്നത് എന്നോ ഏത് സംഘടന നടത്തുന്നത് എന്നോ യാതൊരുവിധ ഐഡൻറ്റിറ്റിയുമില്ല. ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഇത്രയും വലിയ ഒരു സംഭവം ഒരുപക്ഷെ ഉണ്ടാകില്ല. പല അനാഥാലയങ്ങളും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊന്നും ഹൈടെക് സംഭവം ഒന്നുമല്ല. ഇതിൻ്റെ പേരിൽ പിരിവ് നടത്തുക, പണപ്പിരിവ് നടത്തുക, അതിൽ നിന്നും വരുമാനമുണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന ഇത്തരം സ്ഥാപനങ്ങളാണ് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ. എന്നാൽ ഇത് അങ്ങനെയല്ല. ഇത് അവിടെ ഒരു സാമുദായിക സംഘടനയുടെ ഐഡൻറ്റിറ്റിയോ ബോർഡോ ഒന്നും തന്നെയില്ല. ആകപ്പാടെയുള്ളത് പീസ് വാലി എന്ന പേരിൽ ഒരു ചെറിയൊരു ബോർഡ്, അതിൻ്റെ ഏറ്റവും മുകളിൽ ഏതാണ്ട് 3-4 നില കെട്ടിടത്തിൻ്റെ മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഏത് സമുദായത്തിൽപ്പെട്ടവരുടെയാണ്, ആരാണ് ഇതിൻ്റെ ഉടമകൾ എന്നൊന്നും സൂചന നൽകുന്ന യാതൊരുവിധ അടയാളങ്ങളോ ബോർഡുകളോ ഒന്നും തന്നെ അവിടെ ഇല്ല. അതായത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ ഇത് പബ്ലിസിറ്റിയിൽ നിന്നും കിട്ടുന്ന ആ ക്രെഡിറ്റ്, ആ വലിപ്പത്തരം, അത് ഞങ്ങൾക്ക് വേണ്ട എന്ന് അവകാശപ്പെടുന്നവരാണ് ഈ സ്ഥാപനം നടത്തുന്നത്. ഏതായാലും അല്പം അഹങ്കാരികളായിട്ടുള്ള ആളുകളെയൊക്കെ ഒന്ന് അവിടെ കൊണ്ടുപോയി അവിടുത്തെ രോഗികളെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തൊന്ന് പരിചയപ്പെട്ട് പുറത്തേക്ക് വന്നാൽ ആ വ്യക്തി പിന്നെ ജീവിതത്തിൽ അഹങ്കാരം കാണിക്കില്ല. അത്ര നമ്മുടെ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്ന ഒരുപാട് സംഭവങ്ങൾ അവിടെ കാണാനുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ PC ജോർജിനെ പോലുള്ളവരൊക്കെ അവിടെ ഒരു 2 കൊല്ലം കൊണ്ടുപോയി അടച്ചുപൂട്ടിയിടണം. അപ്പോൾ അവനൊക്കെ മര്യാദക്കാരനാവും.
ഈ അഹങ്കാരികളായിട്ടുള്ള വ്യക്തികളെ ഒക്കെ അവിടെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കണം. അത്ര കണ്ട് ദയനീയമാണ് ഓരോ രോഗികളുടെ അവസ്ഥ. അതുപോലെ തന്നെ ഡസൻ കണക്കിന് ഡോക്ടർമാർ ഏത് സമയവും സദാസമയവും ഇവരെ വന്ന് പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു. അവർക്ക് വേണ്ട മരുന്ന്, ഭക്ഷണം എന്ന് വേണ്ട മാനസിക ഉല്ലാസം ആവശ്യമുള്ളവർക്ക് അത്, എല്ലാവിധ കളികളും എല്ലാത്തിനുമുള്ള സൗകര്യങ്ങൾ അവിടെയുണ്ട്. ഇതെല്ലാം സൗജന്യവുമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ സ്ഥാപനം ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഇത് ഒരു അനാഥാലയമായിട്ടല്ല തോന്നിയത്, ഇതൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിട്ടാണ് തോന്നിയത്. സാധാരണ അനാഥാലയം ഒക്കെ അത്ര വലിയ ശുചിത്വം ഉള്ള സ്ഥലങ്ങളൊന്നും ആയിരിക്കില്ല. മിക്കവാറും ഞാൻ കണ്ടിട്ടുള്ളത് എല്ലാം വൃത്തിഹീനമായി കിടക്കുന്ന അനാഥാലയങ്ങളാണ്. എന്നാൽ ഇവിടെ അതല്ല. ഇതിനെ ഒരു അനാഥാലയം എന്ന് പറയാൻ പറ്റില്ല, ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് വേണം പറയാൻ. ഇഷ്ടം പോലെ ഡോക്ടർമാരുടെ സേവനം, ഒന്നോ രണ്ടോ ഡോക്ടർമാരൊന്നുമല്ല, എല്ലാ മേഖലയിലും ചികിത്സിക്കുന്ന അനേകം ഡോക്ടർമാരുണ്ട്. 24 മണിക്കൂറും സ്വീപ്പർമാർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഫുള്ളി എയർ കണ്ടീഷൻഡ്. എല്ലാ രോഗികളും കിടക്കുന്നത് എയർ കണ്ടീഷൻ റൂമിലാണ്. എല്ലാ രോഗികളെയും പരിചരിക്കാൻ ആയമാരുമുണ്ട്. എന്നാൽ ഈ സ്ഥാപനം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അല്ല, രാഷ്ട്രീയ കക്ഷികളുടെ അല്ല, സാമുദായിക സംഘടനകളുടേതാണ് ഈ സ്ഥാപനം. എന്നാൽ ഈ സാമുദായിക സംഘടന ഏതാണെന്ന് അവരുടേതായ യാതൊരുവിധ ഐഡന്റിറ്റിയുമില്ല. ഏതായാലും ക്രൈസ്തവ സഭകളുടേതല്ല. ക്രൈസ്തവ സഭകളുടേതാണെങ്കിൽ അതിൻ്റെ മധ്യത്തിൽ തന്നെ ഒരു യേശുക്രിസ്തുവിൻ്റെ പ്രതിമയും ഒക്കെ ആയിട്ടൊരു ചില്ലും കൂടും ഒക്കെ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ വലിയ ബോർഡും ഒക്കെ ഉണ്ടാകും. ഇതൊന്നുമില്ല. അതിൻ്റെ അർത്ഥം ഇതിൻ്റെ നടത്തിപ്പുകാർ, ഞങ്ങൾക്ക് ആരുടെയും ക്രെഡിറ്റ്, ആരുടെ മുമ്പിലും ആളാവാനല്ല ഞങ്ങളിത് ചെയ്യുന്നത്, നടത്തുന്നത് സേവനം, ദൈവത്തിങ്കിൽ നിന്നുള്ള ഗുണം ലഭിക്കുവാൻ, പ്രീതി ലഭിക്കുവാൻ, തൃപ്തി ലഭിക്കുവാൻ വേണ്ടി, ദൈവത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നു എന്ന് അവർ പറയാതെ പറയുക. അങ്ങനെ പറയുന്ന യാതൊരുവിധ അടയാളങ്ങളുമില്ല. ഇതൊരു വലിയ സംഭവമാണ്. ഒരുപക്ഷെ ഇത്തരം സംഭവം ലോകത്ത് പോലും ഉണ്ടാകില്ല. ഇന്ത്യയിൽ ഏതായാലും ഇത്തരം രീതിയിലൊരു മറ്റൊരു സ്ഥാപനം ഉള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അത്ര ഹൈടെക് ആയിട്ടാണ് അവിടെ രോഗികളെ പരിചരിക്കുന്നതും ഡോക്ടർമാരുടെ സേവനങ്ങളും ഡോക്ടർമാരുടെ സമീപനവും എല്ലാം തീർത്തും സൗജന്യവുമാണ്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ ഇടയിൽ ഒരുപാട് അഹങ്കാരികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയക്കാരിലാണ്. അപ്പോൾ അത്തരം അഹങ്കാരികളായ രാഷ്ട്രീയ നേതാക്കളെയൊക്കെ ഇവിടെ കൊണ്ടുപോയി ഒന്ന് കാണിക്കണം. അതിൽ PC ജോർജിനെ ആദ്യം തന്നെ അവിടെ കൊണ്ടുപോയി കാണിക്കണം. അത്ര വലിയ അഹങ്കാരിയാണ്. വേറെയും ചില വ്യക്തികളൊക്കെ ഉണ്ട്, ഞാൻ പേരെടുത്ത് പറയുന്നില്ല എന്ന് മാത്രം. ഞാൻ പറയാതെ തന്നെ നിങ്ങൾ കേൾക്കുന്നവർക്ക് ആരൊക്കെയാണ് എന്നറിയാം. ഞാൻ ആനയാണ് മാടയാണെന്നൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുള്ള ചില നേതാക്കളൊക്കെ ഉണ്ട്, വലിയ നേതാക്കളാണ്. അപ്പം അത്തരക്കാരെയൊക്കെ അവിടെ കൊണ്ടുപോയി ഒന്ന് കാണിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും. ഏതായാലും ഈ വീഡിയോയിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എന്നെ ശ്രവിച്ച എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം.